ഹായ് ഹീറോസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഷവർമ്മ കഴിക്കാനുള്ള പ്രാന്ത് കാരണം പോയതാണ്. ഈ വണ്ടി ശ്രദ്ധിച്ചായിരുന്നോ? ആ വണ്ടിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഐസ്ക്രീം കൊണ്ടുപോകത്തില്ലേ, അതുപോലത്തെ ഇവിടുത്തെ ഹൈടെക് ആയിട്ടുള്ള വണ്ടിയാണ്. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ മനസ്സിലായി, പിള്ളേർ വന്ന് ഐസ്ക്രീം വാങ്ങുന്ന കണ്ടപ്പോൾ കോൺ ഐസ്ക്രീം അങ്ങനെ എല്ലാ ടൈപ്പ് ഐസ്ക്രീമും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു മുരിങ്ങാക്കോൽ മരമാണ്. ഇവിടെ ഇപ്പോൾ ഒത്തിരി വീടുകളിൽ മുരിങ്ങാക്കോൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് കൈയെത്തിച്ച് പൊട്ടിക്കാൻ പാകത്തിനാണുള്ളത്. പല സ്ഥലങ്ങളിലും ചുമ്മാ വേസ്റ്റായി വരെ പോകുന്നുണ്ട്. ഞങ്ങളിത് ജസ്റ്റ് നോക്കി വെച്ച് വന്ന സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ പോകുന്ന ടൈമിൽ കണ്ടതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇത് ഒലിവ് ഗാർഡൻ ഞങ്ങൾ എന്നും മടിയായിരിക്കുന്ന സമയത്ത് അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് മേടിക്കുന്ന ഷോപ്പാണ്. പെട്ടെന്ന് തന്നെ എത്തിച്ച് തരും കേട്ടോ ആ ചേട്ടൻ. ഭയങ്കര അഡ്ജസ്റ്റീവാണ്. നല്ല നാടൻ ഫുഡാണ്. പിന്നെ ഇത് ഞങ്ങൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോയ കടയാണ്. ഞങ്ങൾ ഇതിനു മുമ്പും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു 2 വർഷം മുമ്പാണ്. ആ ടൈമിൽ ഇവിടുത്തെ മലയാളി ചേട്ടൻ വേറൊരു പുള്ളിയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓണറൊക്കെ മാറിയെന്ന്. ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ്മാരൊക്കെയായിട്ട് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം പറഞ്ഞ്, അപ്പോൾ അവർ ഞങ്ങൾക്ക് മെനു കാർഡ് പുതിയത് തന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. കുക്കുവിന് എന്ത് എടുക്കണമെന്ന് കൺഫ്യൂഷനായി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവന് അധികമൊന്നും ഇങ്ങനെ നോൺ വെജ് ഇങ്ങനെ ഇത്രയും ബോയിൽ അധികം ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ അവനപ്പോൾ ഫീവറും കാര്യങ്ങളും വോമിറ്റിങ്ങൊക്കെ വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം ഒന്നും വാങ്ങിയില്ല. 2-3 ഷവർമ്മ മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ചായയും കുടിച്ചിട്ട് ജസ്റ്റ് അപ്പുറത്തുള്ള ചെറിയ ഗാർഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു പച്ചപ്പ് നിറഞ്ഞൊരു സംഭവമുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ അവിടെ വന്നിരുന്നിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു. അന്ന് ഞാനും ചിക്കിച്ചേട്ടനും മാത്രമല്ലല്ലോ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പാണ്. അവിടെ കണ്ടോ ഇങ്ങനെ ഇരിക്കാൻ പാകത്തിന് ജസ്റ്റ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ടാക്സിയാണ്. യൂണിവേഴ്സലായിട്ട് ടാക്സിക്കിടെ ആ ഒരു കളർ കോംബോ അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്യുന്ന ടാക്സി ഇല്ലേ, ഓ ടാക്സിയൊക്കെ പോലെ അതുപോലത്തെ ടാക്സിയാണ്. ബൈ റോഡ് ടാക്സീസും ഉണ്ട് അതിനകത്ത്. അവരുടെ എംബ്ലം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു 160, 120 ആ ഒരു സ്പീഡിലാണ് വെഹിക്കിളൊക്കെ പോകുന്നതെന്നാണ് തോന്നുന്നത്. തൊട്ടപ്പുറത്ത് ഒന്നും വെച്ച് കവർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനാണ്. കുക്കു പെട്ടെന്ന് എങ്ങനെ ഓടി അങ്ങോട്ട് പോയാലോ എന്ന്. ഈ പുല്ല് കണ്ടോ, ഈ പുല്ല് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നാട്ടിൽ അമൃത ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. എനിക്ക് ബ്രോങ്കിയൽ ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് എനിക്ക് ഈ പുല്ലായിട്ട് ഭയങ്കര നൊസ്റ്റാൾജി. ഞാനിത് പൊട്ടിച്ച് കയ്യിൽ എപ്പോഴും പിടിക്കും. ആ ഒരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് വന്നു ഈ പുല്ല് കണ്ടപ്പോൾ. പിന്നെന്താ, ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 8-8:30 ആയി കാണും. ഇത് കണ്ട് ഇവിടുത്തെ ആറോപ്പിയുടെ വണ്ടിയാണ്. പിന്നെ മാത്രമല്ല ഈ ഗാർഡൻ്റെ അടിയിലായിട്ട് ഈ പാത്തി എന്ന് പറയും, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം പോകുന്നൊരു സംഭവം. അവിടെ 2 ROP നിൽപ്പുണ്ടായിരുന്നു. ചിക്കിച്ചേട്ടന് ഭയങ്കര പേടിയായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ. കാരണം അവർ ചില സമയത്ത് VIPസോ അതെന്തെങ്കിലും ഒരു ആരെങ്കിലും പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരവിടെ ഷെഡ്യൂൾ ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കേസായിട്ടാണ് അവരവിടെ നിന്നിരുന്നത്. പക്ഷേ അവരെന്തോട് ഫോട്ടോസൊന്നും എടുക്കണ്ട, വീഡിയോസൊന്നും പിടിക്കണ്ട എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ എന്തോ ഒരു സെക്യൂരിറ്റി സംബന്ധമായിട്ട് ആരോ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ നേരത്തെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ബദറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് 1/2 hour റോഡിൽ ഞാൻ പെട്ടുപോയായിരുന്നു. ഇവരെന്തോ മിനിസ്റ്റർ വരുന്നത് കാരണം ROPs റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തായിരുന്നു കുറേ നേരം. ഇങ്ങനെ VIPs ഒക്കെ വരികയാണെങ്കിൽ ഇവർ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവർ കുറേ നേരം റോഡ് ബ്ലോക്ക് ചെയ്തിടും. പിന്നെ നമ്മൾ ഈ പാത്തി വഴി പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തിടും. പിന്നെ ഈ ബ്രിഡ്ജ് കണ്ടോ, ഈ ബ്രിഡ്ജായിട്ട് എനിക്ക് ഭയങ്കര ഒരു കണക്ഷനുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ഒമാനിൽ വന്ന സമയത്ത് ഞാൻ സൊഹാറിലും ചിക്കുചേട്ടൻ അൽക്കുദിലും ആയിരുന്നു. ആ സമയത്ത് ഞാൻ ചിക്കുചേട്ടൻ്റെ അടുത്തേക്ക് ഞങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്തത് ഈ ഹെയിലിൻ്റെ ഭാഗത്താണ്. കുക്കു അങ്ങടേക്ക് പെട്ടെന്ന് ഓടിപ്പോയപ്പോൾ ഞാൻ ജസ്റ്റ് പോലെന്ന് പറഞ്ഞാണ്. ഭയങ്കര ഹൈ സ്പീഡിലല്ലേ അവിടെ വണ്ടി വരുന്നത്. അങ്ങനെ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് വെഹിക്കിളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്നും വരുന്ന സ്ഥലം ഇതായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് തൊട്ടടുത്ത് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ ഒട്ടും വൈകിക്കാതെ വീട്ടിലേക്ക് വന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ ഞാൻ ചുമ്മാ 2 പോസ് എടുത്ത്